ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരിമംഗലത്തെ പറ്റിയാണ്, അഥവാ മെലാസ്മ. പല സ്ത്രീകളും ഇനി ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. പുരുഷന്മാരെക്കാട്ടിലും ഒരു 90% ഇത് കൂടുതൽ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. സോ കരിമംഗലം എന്തുകൊണ്ട് വരുന്നതെന്നും ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും എന്തൊക്കെ നിങ്ങൾ ചെയ്യരുതെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം. സോ കരിമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നിറം തരുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സെൽസാണ്. സോ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് കാണണം, അല്ലെങ്കിൽ ഒരുപാട് സൺ എക്സ്പോഷർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ മെലനോസൈറ്റ്സ് സെൽസ് നമ്മുടെ മുഖത്ത് പല ഭാഗത്തായിട്ട് ഈ മെലനിൻ പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനം വളരെയധികം വർദ്ധിപ്പിക്കും. സോ അപ്പോഴാണ് മുഖത്തിൽ കവിളിന് സൈഡിലായിട്ടും നെറ്റിക്കും മൂക്കിലും ഒക്കെ ആയിട്ട് ഇതുപോലത്തെ കറുത്ത പാടുകൾ വരുന്നത്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾ വല്ല പിഗ്മെൻറ്റേഷൻ ആണെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു ബ്ലീച്ചിങ് ക്രീംസ് തേച്ച് നോക്കും, അല്ലെങ്കിൽ നാരങ്ങ ഇട്ട് ഉരച്ച് നോക്കും, അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള സ്ക്രബ്സ് ഒക്കെ ഇട്ട് ഉരച്ച് കളയാനൊക്കെ നോക്കും. പക്ഷേ ഇതൊക്കെ കൊണ്ട് അത് മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അല്ലാതെ ഒരുപാട് സ്റ്റിറോയിഡ് ക്രീംസ് വാങ്ങിച്ച് തേക്കും. സോ അപ്പോൾ താൽക്കാലികമായിട്ട് ഇതിനൊരു ബെറ്റർമെൻറ്റ് കാണുന്നതല്ലാതെ ആ ക്രീം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ തൊട്ട് ഇത് വളരെയധികം കൂടാനുള്ള ചാൻസും ഉണ്ട്. സോ ഇത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് സിമെട്രിക്കലായിട്ട് രണ്ട് സൈഡിലും ഒരുപോലെയാണ് വരാറ്, അല്ലാതെ വരാം. സോ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് മെയിൻലി വരാനുള്ള റീസൺ. സ്ത്രീകളിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇംബാലൻസ് വരുമ്പോൾ വരാം. ദെൻ PCOS പോലെ പ്രശ്നങ്ങളുള്ളവരിൽ, ഫൈബ്രോയിഡ് പ്രശ്നങ്ങളുള്ളവർ വരാം. ദെൻ പ്രഗ്നൻസി സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനെ ക്ലോയാസ്മ അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയാറ്. ദെൻ ഒരുപാട് കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നവരിൽ, അതായത് ഗർഭനിരോധനത്തിന് സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നവരിലും ഒക്കെ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ നമ്മൾ വെയിൽ കൊള്ളുന്ന സമയത്ത് സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഈ മെലാനിൻ പിഗ്മെൻറ്റ് കൂട്ടാനുള്ള ചാൻസും ഉണ്ട്. കൂടാതെ തന്നെ ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈലും ലാപ്ടോപ്പിൽ നിന്നൊക്കെയുള്ള ബ്ലൂ റേസ് വരെ ഈ പിഗ്മെൻറ്റേഷൻ കൂട്ടാനൊരു കാരണമാകും. ദെൻ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കൊള്ളുന്ന പുകയും ആ ഒരു ചൂടും ഒക്കെ തന്നെ ഇതിനെ ചെറുതായിട്ട് അഗ്രവേറ്റ് ചെയ്യാനുള്ള കാരണമാകാം. കൂടാതെ തന്നെ പാരമ്പര്യമായിട്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരിലും ഇത് കാണപ്പെടാറുണ്ട്. സോ ഇത് വന്നു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന കാര്യമാണ് ഹാർഷായിട്ടുള്ള സ്ക്രബ് ഒക്കെ ഇട്ട് ഉരച്ച് കളയാൻ നോക്കും, പക്ഷേ പോകത്തില്ല. ദെൻ നാരങ്ങ എടുത്തിട്ട് ഉരയ്ക്കും. അത് സ്കിന്നിൻ്റെ ബാരിയർ ഡാമേജ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ കൂട്ടാനുമേ കാരണമാവത്തുള്ളൂ. ദെൻ ബ്ലീച്ചിങ് ക്രീംസും സ്റ്റിറോയിഡ് ക്രീംസൊക്കെ തന്നെത്താൻ വാങ്ങിച്ച് തേക്കും. ഇതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക. അതിന് നിങ്ങൾക്ക് ഓറഞ്ച്, നെല്ലിക്ക, പേരയ്ക്ക, നാരങ്ങ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിറ്റമിൻ ഇയും ഹെൽത്തി ഫാറ്റ്സും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ബദാം, അണ്ടിപ്പരിപ്പ്, ദെൻ സൺഫ്ലവർ സീഡ്സ്, അവോക്കാഡോ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒരു ഗ്ലോ തരാനും പിഗ്മെൻറ്റേഷൻ സ്ലൈറ്റായിട്ട് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കരിമംഗലം കുറയ്ക്കാൻ വേണ്ടി വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസ് പറയാം. അതിൽ ഒന്നാമത്തെയാണ് കറ്റാർവാഴ, അതായത് അലോവേര. ഇതിൽ അലോവേരയിൽ അടങ്ങിയിരിക്കുന്ന അലോസിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിനെ തടയും. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് രാത്രിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അലോവേര ജെൽസൊക്കെ അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ വീട്ടിൽ ഫ്രഷ് ആയിട്ട് അലോവേര ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ അത് അപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുക. ദെൻ കസ്തൂരി മഞ്ഞളും പാലും കൂടെ ചേർത്ത് മുഖത്ത് പുരട്ടുക. ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾ പാലിൽ ചാലിച്ചിട്ട് മുഖത്ത് പുരട്ടുക. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. കസ്തൂരി മഞ്ഞളിലുള്ള കുർക്കുമിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. കൂടാതെ പാലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ഗ്രീൻ ടീ കംപ്രസ്. ഗ്രീൻ ടീ ഉണ്ടാക്കിയതിന് ശേഷം അതിലൊരു കോട്ടൺ പാഡ് മുക്കിയിട്ട് എവിടാണോ പാടുള്ള അവിടെ വെച്ച് കംപ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയാണ് പപ്പായ ഫേസ് മാസ്ക്. നല്ല പഴുത്ത പപ്പായ ഉടച്ചൊരു 10 മിനിറ്റ് മുഖത്ത് തേച്ച് വെക്കുക. പപ്പായയിലുള്ള പപ്പൈൻ എക്സാം സ്കിന്നിന് നല്ലോണം ഗ്ലോ തരാനും ഈ പിഗ്മെൻറ്റേഷൻ സ്ലോ ആയിട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഹോം റെമഡീസ് ഒന്നും ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതല്ല, ഗ്രാജുവലി ചില മാറ്റങ്ങൾ കാണാം. സോ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നിങ്ങൾ ഡെയിലി SPF 30+ എങ്കിലും ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം. അത് വീട്ടിലിരുന്നാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് തേക്കണം. കരിമംഗലം മാറാൻ വേണ്ടി ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇൻറ്റേർണലി മെഡിക്കേഷൻസ് എടുത്തുകൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സോ നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ട് ഇതൊന്നും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട്
അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.